ഇപ്പോൾ ഇതിൽ ഈ ബി.ജെ.പിയുടെ പ്രതിനിധി അവർക്ക് കിട്ടാനിടയുള്ള സീറ്റുകളെ സംബന്ധിച്ചുള്ള അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, അത് മോഹങ്ങളാവാം, സ്വപ്നങ്ങളാവാം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ്ഗകുമാരികളല്ലോ, പിന്നെ അത് മോഹങ്ങൾ മരവിച്ചു, മോതിരക്കൈ മുരടിച്ചു എന്നുള്ള നിലയിലേക്കാവാം അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയുമ്പോൾ അത് വിമർശിക്കുന്നു, കളിയാക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുവെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഈ നമ്മൾ 2001 പുറത്തിറങ്ങിയ ഒരു ഈ മാനേജ്മെൻറ്റ് ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലത്ത് വിശേഷിപ്പിച്ച ഒരാളുടെ അനന്തം ചൗധരിയുടെ ഒരു പുസ്തകമുണ്ട്, കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച് എന്ന്. മുട്ട വിരിഞ്ഞ് കോഴിയാകുന്നതിന് മുമ്പ് തന്നെ ഇത് എണ്ണുക എന്ന് അനന്തം ചൗധരി എഴുതിയ ഒരു പുസ്തകം. അത് ബെസ്റ്റ് സെല്ലറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സുകൾ പലതും അതിന് വേണ്ടത്ര അംഗീകാരമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ആക്ഷേപങ്ങൾ പിന്നീട് വരികയുണ്ടായി. അതിൽ ഈ അംബാനി, ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അംബാനിമാരുണ്ടല്ലോ, ആ അംബാനിമാരുടെ പിതാവിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. പഴയ ബ്രിട്ടീഷ് കോളനിയായിരുന്ന യമനിൽ അദ്ദേഹം ഒരു ക്ലർക്കായി ജോലി ചെയ്യുന്ന വേളയിൽ അത്തരത്തിൽ അവിടുത്തെ നാണയത്തുട്ടുകളിൽ അന്നത്തെ ഒരു കറൻസിയുടെ നാണയത്തിൽ 1.25 വെള്ളി ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട് ഇങ്ങനെ ഈ നിയമവിരുദ്ധമായി തന്നെ ഈ പറയുന്ന നാണയത്തുട്ടുകൾ ₹1 ₹1.25 അപ്പോൾ ഇത് ഒരു കളക്ടർക്ക് ഇതിൽ ഈ പറയുന്ന ശേഖരിക്കുന്ന ആളിന് താല്പര്യമുണ്ട് എന്ന് പത്രങ്ങളിലെല്ലാം പരസ്യപ്പെടുത്തി ഇതിങ്ങനെ വ്യാപകമായി അത്തരത്തിൽ അദ്ദേഹം ശേഖരിച്ച് ഇതെല്ലാം ഉരുക്കി വിറ്റ് ഇങ്ങനെ ഈ ഇൻഗോട്ട്സായി ബാറുകളായി വിറ്റ് അങ്ങനെ ₹1 നിന്ന് 20 പൈസയുടെ ലാഭം 5 പൈസയായി തന്ന ആളുകൾക്ക് കൊടുത്തു, ഈ ശേഖരിച്ച് തന്നവർക്ക്. അപ്പോൾ അങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഗുരുവിൻ്റെ പറയുന്നത്. അതിൽ തന്നെ മറ്റൊരു കാര്യവും അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ഇന്ത്യക്കാരുടെ കയ്യിൽ പല രീതിയിലുള്ള പണങ്ങളുണ്ട്. എങ്ങനെ ആ പണമെന്നുള്ളത് അവരുടെ ആഭരണങ്ങൾ ഉൾപ്പെടെ പലതുമുണ്ട്. ഈ പറയുന്നതെല്ലാം നമ്മളുടെ കൈകളിലേക്ക് വന്നാൽ എന്നൊക്കെ. എങ്ങനെയാണ് അംബാനി അദാനിമാരുടെ വളർച്ച ഇന്ത്യയിൽ ഉണ്ടായത്? അംബാനി അദാനിമാരുടെ വളർച്ച എന്നുള്ളത് ഞങ്ങൾ CPIM വളരെ മുമ്പേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ ക്രോണി ക്യാപിറ്റലിസം എന്നുള്ളത് മാത്രമല്ല, അത് ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ളവരും ഉദ്യോഗസ്ഥ പ്രമാണിമാരും ഈ കോർപ്പറേറ്റ് കുടുംബങ്ങളുടെ തലവന്മാരും ചേർന്നുള്ള ഒരു അവിശുദ്ധ ത്രികോണ സഖ്യമാണ്. അങ്ങനെയുള്ളൊരു അൺഹോളി അലയൻസാണുള്ളത്. ഇന്നത്തെ BJP ഗവൺമെൻറ് എന്നുള്ളത്, BJP ഗവൺമെൻറ്റും ഈ പറയുന്ന ഇന്ത്യയിലെ 23 ശതകോടീശ്വര കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം എന്നത് നാഭിനാള ബന്ധം പോലെയാണ്. ഇതിൽ കോഴിയാണോ മൂത്തതോ മുട്ടയാണോ മൂത്തതോ എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കമൊന്നും വേണ്ട. ഇവർ പരസ്പരം ഉത്സാഹികളും സഹായികളും സഹപ്രവർത്തകരുമാണ്. ഈ BJP ഗവൺമെൻറ് ഇല്ല എങ്കിൽ ഈ ശതകോടീശ്വരന്മാരില്ല, ഈ ശതകോടീശ്വരന്മാരില്ല എങ്കിൽ ഈ BJP സർക്കാർ ഇല്ല. ഇവിടെ ടെമ്പോ വാനിലാണോ കൊടുത്തയച്ചത്, ടിപ്പർ ലോറിയിലാണോ, കണ്ടെയ്നറിലാണോ എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഈ വക്കീലന്മാരുടെ ഭാഷയിൽ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയും. ഇപ്പോൾ മറ്റൊരു അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ ഈ വക്കീലന്മാർ പറയുമ്പോൾ മോഡസ് ഓപ്പറാൻഡി അത്തരമൊരു കാര്യത്തിൽ ടെമ്പോയിൽ ഇത് ഇങ്ങനെ പണം കൊടുത്തയക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനെ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ കൂടിയായിട്ടുള്ള ഒരു വ്യക്തി പറയണമെങ്കിൽ അത് ഈ വെറുതെ പറഞ്ഞതാണോ? അപ്പോൾ അതിനെക്കുറിച്ച് അറിയണ്ടേ? ഈ കാര്യത്തിൽ അച്ചം പത്തായത്തിലുമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത്. ഇന്ത്യയിൽ ഈ കോർപ്പറേറ്റ് കുടുംബങ്ങൾ, അംബാനി അദാനി ഇത്തരത്തിലുള്ളവർ, ഇവർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ചർച്ച വന്നത് നല്ലത്. ഞങ്ങൾ പറഞ്ഞാൽ ശരി, അത് CPIM പണ്ടും പറയും ഇപ്പോഴും പറയും, ഇവരിങ്ങനെ തന്നെയാണ്, ഇവരെല്ലാം ഈ വികസന വിരോധികളാണ്, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എന്നായാലും സത്യം പുറത്തു വരണമല്ലോ അവർ പറഞ്ഞു എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒറ്റ മിനിറ്റിൻ്റെ കാര്യം, ഞാൻ വേറെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണത്തിനല്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളിലുള്ള പോളിംഗ് പെർസെൻറ്റേജിനെ കുറിച്ച് പറയുമ്പോൾ നിലവിലുള്ള ഒരു ഗവൺമെൻറ്റിന് അനുകൂലമായി വല്ലാതെ അങ്ങ് വന്ന് പോളിംഗ് ചെയ്തില്ല, അത് എതിരായിട്ട് വന്നാലേ പോളിംഗ് വർദ്ധിക്കുകയുള്ളൂ എന്നുള്ള നിലയിലാണ് ശ്രീപത്മനാഭൻ പറഞ്ഞത്. 1984 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് നമ്മുടെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് 63.56% പോളിംഗ്. അതിലാണ് ഇന്ത്യയുടെ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ ഏറ്റവും കനത്ത പോളിംഗ് ഉണ്ടായത്. അത് ശ്രീമതി ഗാന്ധിയുടെ ദാരുണമായ വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗമായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. മറ്റൊരു കാര്യം, 2004 ശ്രീ AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് വിട്ടുപോകേണ്ടി വരുന്നൊരു സ്ഥിതി ഉണ്ടാവുന്നു അല്ലേ? ഒന്നാം UPA ഗവൺമെൻറ് വരുന്നു, അങ്ങനെയാണല്ലോ. ആ 2004 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഈസ് ഷൈനിങ് എന്ന മുദ്രാവാക്യവുമായി അത്തരത്തിൽ BJP വരുമ്പോൾ അന്ന് BJP ജയിക്കും എന്നെല്ലാവരും പറഞ്ഞപ്പോഴും അന്ന് 52.65% പോളിംഗാണ് നടന്നത്. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ വന്നാലും അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നു, ഭൂരിപക്ഷം ഇല്ലാതായി. അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ അന്ന് 1977 60.49% പോളിംഗാണ് ആകെ ഉണ്ടായിട്ടുള്ളത്. 1991, അത് ഞാൻ പറയാൻ കാരണം ശ്രീ രാജീവ് ഗാന്ധിയുടെ ദാരുണമായ
ആ ഒരു വധമുണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ്. പിന്നീട് അതിൻ്റെ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോഴാണ് പോളിംഗ് പെർസെൻറ്റേജ് കൂടിയത്. 56.95% കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു എങ്കിൽ പോലും 56.95% അന്നത്തെ പോളിംഗ് പെർസെൻറ്റേജ്. അതിൻ്റെ അർത്ഥം എന്നത് നിലവിലുള്ള ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് വലിയ ഒരു പ്രേമം, പ്രണയം, ഞങ്ങൾക്ക് അവരോട് കടപ്പാട്, നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹമാരാ സർക്കാർ ഹേ എന്നുള്ള നിലയിലേക്ക് വന്ന് ആലിംഗനം ചെയ്യുന്ന നിലയിലേക്ക് ജനങ്ങൾ ഓടി അങ്ങനെ വരുന്നുവെങ്കിൽ, പഴയ പൈഡ് പൈപ്പർ എന്ന ഒരു ക്ലാസിക് ഉണ്ടല്ലോ കുട്ടികൾ പഠിക്കുന്നതായിട്ടുള്ള, അങ്ങനെ കുഴലൂതി കൊണ്ടുപോകുന്ന ആ കുഴലൂത്തുകാരൻ്റെ പുറകെ തന്നെ കുട്ടികളെല്ലാം പോകുന്നത് പോലെ പോയാൽ മാത്രമേ ആ പോളിംഗ് പെർസെൻറ്റേജിൽ വർധനമുണ്ടായിട്ടുള്ളൂ എന്നുള്ളത്. ബാക്കിയെല്ലാം ഗവൺമെൻറ്റിനോടുള്ള അത്തരത്തിലുള്ള ഒരു വിപ്രതിപത്തി എന്നുള്ളത്, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ നിസ്സംഗത എന്നുള്ളത്, അതാണ് ഈ കാണുന്നത്. ഇവിടെ ആ ഗ്യാരണ്ടി എന്നുള്ളത് പൊള്ളയായ വാഗ്ദാനം ആയിരുന്നു എന്നുള്ളത് ജീവിതാനുഭവങ്ങളിൽ ജനങ്ങൾ ലൈവ്ലിഹുഡ് ഇഷ്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്തതെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. ഓക്കെ